ഹോണ്ട അമേസ് ആണ് വണ്ടി. ഹോണ്ട അമേസ് 2014 മോഡൽ ഡീസൽ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ റഫ് റോഡിലേക്ക് ഓടുമ്പോൾ നല്ല സൗണ്ടാണ്. രണ്ട് സൈഡും സൗണ്ട് വരുന്നുണ്ട്, അതുപോലെ ബാക്ക് സൈഡും ചെറുതായിട്ടൊക്കെ സൗണ്ട് വരുന്നുണ്ട്. റോഡിൻ്റെ റഫ്, അതുപോലെ നമ്മൾ ഹൈവേ എന്നൊക്കെ വിട്ട് പോക്കറ്റ് റോഡ് കയറുമ്പോൾ, സർവീസ് റോഡ്, റഫ് റോഡിലേക്ക് കയറുന്ന സമയത്ത് നല്ല സൗണ്ടാണ്. വീഡിയോയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള സൗണ്ട്, സസ്പെൻഷൻ കണ്ട ചെറിയ കുഴിയിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ, അതുപോലെ ലോവർ ആം ബുഷിങ്, അതുപോലെ ലോവർ ആം ബോൾ ജോയിൻറ്റ്, ഇതൊക്കെ ചെക്ക് ചെയ്യണം. എന്തായാലും വർക്ക്ഷോപ്പിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോണ്ട അമേസ് 2014 മോഡൽ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ റഫ് റോഡിലൊക്കെ ഓടുമ്പോഴുള്ള ഒരു സൗണ്ടാണ്, സസ്പെൻഷൻ നോയ്സ് ആയിട്ടാണ് കസ്റ്റമർ വന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റമറുടെ ഷോക്കൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഷോക്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമറിൻ്റെ 4 ഷോക്കും ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. കസ്റ്റമർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സ്പെയർ പാർട്സ്. അപ്പോൾ 4 ഷോക്കും, ഫ്രണ്ടിലത്തെ 2 ഷോക്കും, ഷോക്ക് മൗണ്ട് വിത്ത് മൗണ്ട് അടക്കമാണ് മാറ്റി നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് സൗണ്ട് കേൾപ്പിച്ചെന്നല്ലോ, ആ ഒരു സൗണ്ട് റഫ് റോഡിലേക്ക് ഓടുമ്പോഴുള്ള സൗണ്ട് ഉണ്ട്. റിയറിലെ 2 ഷോക്ക്, അതുപോലെ ഫ്രണ്ടിലത്തെ 2 ഷോക്ക് വിത്ത് അതിൻ്റെ മൗണ്ട്, സ്റ്റട്ട് മൗണ്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി ലിഫ്റ്റ് കയറ്റിയിട്ട് 4 ഷോക്കും മാറുന്നുണ്ട്. വണ്ടിയുടെ സസ്പെൻഷൻ 4 ഷോക്കും കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. സൗണ്ട് സസ്പെൻഷൻ 2 സൈഡിൽ നിന്നും സൗണ്ട് ഉണ്ട്. അത് 4 ഷോക്കുണ്ട്. ഈ കാണുന്ന 2 മോൺട്രോയുടെ ഷോക്കാണ് കേട്ടോ. മോൺട്രോ എന്നുള്ള കമ്പനിയുടെ ഷോക്കാണ്, കസ്റ്റമർ കൊണ്ടുവന്നാണ് ഷോക്ക്. അതുപോലെ റിയറിലെ 2 ഷോക്ക് ഇതാണ്. അതുപോലെ ഫ്രണ്ടിലത്തെ 2 ഷോക്ക് അബ്സോർബർ, സ്റ്റട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അതിനൊപ്പം തന്നെ ഫ്രണ്ടിലത്തെ സ്റ്റട്ടിൻ്റെ ബുഷ്, മൗണ്ട് ബുഷ് ഉണ്ടോ, ഇതുണ്ട്. മൗണ്ട് ബുഷും പോയിട്ടുണ്ട്. മൗണ്ട് ബുഷ് ഞാൻ പഴയത് കാണിച്ചു തരേണ്ട, പഴയ ഷേപ്പ് വേണ്ട. ഈ കുറച്ച് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗം പൊന്തിയിട്ട് കുഴിഞ്ഞിരിക്കും. ഈ ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഷോക്ക് മൗണ്ട് ബുഷിൻ്റെ ഉണ്ടോ, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പുതിയ 2 ബുഷുണ്ട്, അതുപോലെ പഴയ 2 ബുഷും പോയിട്ടുണ്ട്. 2 സൈഡും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോക്ക് അയച്ചെടുത്തിട്ടുണ്ട്, ഒരു സൈഡ് അയച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ഇല്ല, ഒരു ചെറിയ ആക്ഷൻ കുറവും. ആദ്യത്തെ ആ ഒരു ഇതിൽ മാത്രമേ ചെറിയൊരു ഇതുള്ളൂ, ബാക്കി പിന്നെ അനങ്ങില്ല. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഒരുപോലെ ഉണ്ട്, അതിന് ആക്ഷൻ കുറവുണ്ട്. അതുപോലെ സൗണ്ടും ഫസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത്, ആദ്യത്തെ സമയത്ത് കണ്ടാ ഫുള്ളായിട്ട് അങ്ങനെ റിട്ടേൺ വരുന്നുമില്ല. പിന്നെ ആദ്യം ഒരു സ്റ്റെപ്പ് പോലെ, ആദ്യത്തെ ഫസ്റ്റ് ഉണ്ടാവും, ഒരു അമർത്തുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് പോലെയുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അയച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ് കംപ്രസ് ചെയ്തിട്ട് വെച്ച് വേണം ഇത് അയക്കാൻ. അതുപോലെ റൈറ്റ് സൈഡ് ഫ്രണ്ട് റൈറ്റ് സൈഡ് അയച്ചിട്ടുണ്ട് ഷോക്ക്. അപ്പോൾ ഷോക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഡസ്റ്റ് ബൂട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഡസ്റ്റ് ബൂട്ടും കൂടി മാറണം. അതുപോലെ ഈ ബെയറിങ്, ഷോക്കിൻ്റെ മൗണ്ട് ബുഷ് വരുന്ന ഭാഗത്തുള്ള ഈ ബെയറിങ് ഉണ്ടല്ലോ, ഈ ബെയറിങ് നല്ല സൗണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ബെയറിങ്ങും റഫ്നെസ് ഉണ്ട്. അപ്പോൾ ആ ബെയറിങ്ങും ഈ ബൂട്ട് കിറ്റ് ഒന്നിച്ച് മാറണമായിരിക്കും നല്ലത് കേട്ടോ. ഈ ബൂട്ട് കിറ്റൊക്കെ ഫുള്ളായി പൊളിഞ്ഞ് ഡസ്റ്റ് കയറിയിട്ട് ഈ ഷോക്കിൻ്റെ ഇതൊക്കെ ലീക്കാനുള്ള സാധ്യത, സീലൊക്കെ ലീക്കായിട്ട് വീണ്ടും ഷോക്ക് ലീക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് 2 ഷോക്ക് അയച്ച് വെച്ചിട്ടുണ്ട്. 2 സൈഡത്തെയും. ഇത് ലെഫ്റ്റ് സൈഡിലെ ബൂട്ടൊക്കെ ഉണ്ടാവും. ബൂട്ട് കിറ്റൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഇത് വരുന്ന ഭാഗത്തുണ്ട്, മൗണ്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗത്ത്, റീറ്റൈനർ വരുന്ന ഭാഗത്ത് ആണ് ഇത് മൗണ്ട് ബുഷ് കയറ്റിയിടാം. മൗണ്ട് ബുഷിൻ്റെ ഡസ്റ്റ് ബൂട്ട് കയറ്റിയിരുന്നതാണ്. ഇത് പുറമേ ഭാഗത്ത് ബെയറിങ്ങും മൗണ്ട് ബുഷും വരും. അപ്പോൾ ഇത് അടിവശത്ത് ഈ ബൂട്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കയറ്റിയിടും. ബാക്കി ഇതിൻ്റെ ഒരു പീസാണ്. ബാക്കി ഈ പീസൊക്കെ കട്ടായി പോയി, ഉള്ളിൽ അവിടെ കീറിയിട്ടുണ്ട്. ഇതിന് തിരിച്ച് കയറ്റാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി പുതിയ ഷോക്കും, അതുപോലെ പുതിയ ബെയറിങ്, മൗണ്ട് ബുഷ്, അതുപോലെ ഡസ്റ്റ് ബൂട്ട്, ഈ എല്ലാം കൂടി ഇതാക്കിയിട്ട് സ്പ്രിങ്ങിൽ കയറ്റിക്കൊടുക്കും. അപ്പോൾ റൈറ്റ് സൈഡത്തെ ഷോക്ക് വായിച്ചിട്ടുണ്ട് കേട്ടോ. സ്പ്രിങ്ങൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്പ്രിങ് കംപ്രസർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡത്തെ ഷോക്ക് നമ്മൾ കയറ്റി, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡ് ഷോക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തീരെ ആക്ഷൻ ഇല്ല, റിട്ടേൺ ഒന്നും വരുന്നില്ല. ഷോക്ക് നല്ല വീക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല സൗണ്ട്, ഇതൊക്കെ കണ്ട റിട്ടേൺ ഒന്നും അങ്ങനെ വരുന്നില്ല. ചെറിയ രീതിയിൽ മാത്രം കുറച്ച് അവിടം വരെ വരും. പിന്നെ ആദ്യം ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷോക്കും കൂടി നമുക്ക് മാറാം. ഇതിൻ്റെ ബെയറിങ്ങും അതുപോലെ ബൂട്ട് ഇതൊക്കെ മാറാം. മൗണ്ട് ബുഷ്, ഇതാണ് പുതിയ ഷോക്ക്, ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ പുതിയ ഷോക്ക് മോൺട്രോ കമ്പനിയുടെ. അപ്പോൾ അതിൻ്റെ മൗണ്ട് ബുഷും, പുതിയ മൗണ്ട് ബുഷുണ്ട്. അതുപോലെ ബെയറിങ്ങും ബൂട്ട് കിറ്റും പഴയ തന്നെയാണ്. സാധാരണ സ്റ്റോക്ക് കിട്ടാനില്ല, കസ്റ്റമർ പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബൂട്ട് കിറ്റും ബെയറിങ് വലിയ കുഴപ്പമില്ല. ബെയറിങ് പഴയ ബെയറിങ് തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഗ്രീസൊക്കെ ഇട്ട് കയറ്റിയിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് മൊത്തത്തിൽ അങ്ങ് പിടിപ്പിക്കാം. ഷോക്ക് ഫുള്ളായിട്ട്
ഈ ഷോക്ക് പുതിയ ഷോക്കും സ്പ്രിങ്ങൊക്കെ പഴയ തന്നെ കയറ്റിയിട്ട് മൗണ്ട് ബുഷും റിയറിലെ ഷോക്കും കൂടി നമ്മൾ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 4 ഷോക്കും കൂടിയാണ് സസ്പെൻഷൻ മൊത്തത്തിലായി മാറുന്നതുകൊണ്ട് റിയറിലെ ഷോക്കും കൂടി മാറുന്നുണ്ട്. റിയർ ഷോക്കും സൗണ്ട് വ്യത്യാസമുണ്ട്. ചെറിയ ലീക്ക് കാണുന്നുണ്ട്, ഉള്ളിൽ ഭാഗത്ത് ചെറിയ ലീക്കും കാണുന്നുണ്ട്. അപ്പോൾ റിയറിലെ ഷോക്ക് മാറുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു ബോൾട്ട് വരും കണ്ട, ഇവിടെ ഒരു 14-17ൻ്റെ ഒരു ബോൾട്ട്, 14ആണോ 17, ഒരു 17ൻ്റെ ഒരു ബോൾട്ട്, 14ൻ്റെ ബോൾട്ട്. ബാക്കി അതിൻ്റെ മറ്റേ അടുത്ത ഭാഗം വരുന്നത് അതിന് ഡിക്കിയിലാണ്. മുകൾ ഭാഗം പിടിപ്പിച്ചത് ഡിക്കിയിൽ ഇതാ ഈ ഒരു കവർ അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഷോക്കിൽ ഡിക്കിയിലെ രണ്ട് സൈഡിൽ ഈ കവറിനുണ്ട, ഈ ഒരു കവറിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇതിൻ്റെ മൗണ്ട് ചെയ്ത് പിടിപ്പിച്ചത്. കണ്ട ഈ ഒരു 14 നട്ട് അയച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ മേലെ ഒരു ബുഷ് വരും ഷോക്കിൻ്റെ, ഈ ഒരു വാഷറിൻ്റെ അടിയിൽ ഒരു ബുഷ് വരും. അതുപോലെ ഷോക്കിൻ്റെ അടിവശത്ത് താഴെ ഒരു ബുഷ് വരും. താഴെ മേലേക്ക് ഫിക്സ് ചെയ്യണം, ബോഡിയിൽ പിടിപ്പിക്കുന്ന ഭാഗത്തും വരും. 2 സൈഡിലുണ്ട്. അതുപോലെ തന്നെ 14 നട്ട് കുറച്ച് തുരുമ്പൊക്കെ ആയിട്ടുണ്ട്, ഇത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. റെസ്റ്റ് ഓഫൊക്കെ അടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് അയച്ചെടുക്കും, ഒന്ന് ഫ്രീ ആയിട്ട് അയച്ചെടുക്കണം. അതിൻ്റെ ഷോക്കിൻ്റെ ബുഷ് വരുന്നത് ഞാൻ പറഞ്ഞാൽ ഈ 2 പീസ് ബുഷ് ഉണ്ടാകും. ഈ 2 ബുഷാണ് വരുന്നത്. ഒരു ബുഷ് താഴേന്ന് കയറ്റിയിടുന്നതും മറ്റൊരു ബുഷ് മേലേന്ന് കയറ്റിയിടുന്ന ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഇതും കൂടി കയറ്റിയിട്ട് നമുക്ക് മൊത്തത്തിൽ ഷോക്ക് അങ്ങ് കയറ്റിയിട്ടുള്ളൂ. റിയർ ഷോക്ക് അബ്സോർവർ അയക്കുമ്പോൾ നമ്മൾ താഴെ ഇതുപോലെ ജാക്കി വെച്ച് ലോഡ് ചെയ്യണം. ജാക്കും അല്ലെങ്കിൽ ഇതുപോലെ കുത്ത് ആക്സിസ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്പ്രിങ് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ലോഡ് ചെയ്ത് പൊക്കി വെച്ച ശേഷം മാത്രം അതിൻ്റെ താഴത്തെ ബോൾട്ട് അയച്ചെടുക്കുക. ഇനി മുകളിൽ നിന്ന് വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗത്തുനിന്ന് ശേഷം ഇവിടെ ഡിക്കിയിൽ 14ൻ്റെ ബോൾട്ട് നട്ട് അയച്ചെടുക്കുക. അത് അയച്ചിട്ട് ആദ്യം താഴെ അയച്ചിട്ട് പിന്നെ ഇവിടെ മുകളിൽ അയക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾറെഡി മേലെ അയച്ച് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അയച്ച് വെച്ച് കഴിഞ്ഞാൽ താഴെ സ്പ്രിങ്ങും അടക്കം തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ലോക്കാക്കി വെച്ചുകൊണ്ട് ഇനി അയച്ചെടുത്തില്ലേ. അപ്പം മേലെ നിന്ന് നട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് നമ്മൾ ഇറക്കിയിടും, അതൊക്കെ ഇറക്കിയിടണ്ട. ഇതാണ് വരുന്നത്, ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ബുഷ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോക്ക് ഫുള്ള് കയറ്റി കേട്ടോ. ഷോക്ക് ഇതാ വണ്ടിയിൽ കയറ്റി അവിടെ മേലേൽ മൗണ്ട് ബുഷ് ഇട്ട് കയറ്റി ഈ മേലെ ഭാഗം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. മേലത്തെ ഈ കപ്പ് വരുന്നത് പഴയ തന്നെയാണ്. ബുഷ് അതിൻ്റെ അടിയിൽ വരുന്ന മൗണ്ട് ബുഷ് മാത്രം പുതിയതും, അതുപോലെ ഷോക്ക് പുതിയത്. ബൂട്ട് കിറ്റൊക്കെ പഴയ തന്നെയാണ്. കാരണം കസ്റ്റമർ സാധനം കൊണ്ടുവന്നില്ല. അതുപോലെ നമുക്ക് പാർട്സ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുന്നതുകൊണ്ട് കസ്റ്റമർക്ക് ഇന്ന് തന്നെ വണ്ടി അർജൻറ്റായിട്ട് വേണം. അപ്പോൾ ഷോക്ക് ബൂട്ട് മാറിയില്ല, ബാക്കി കുഴപ്പമൊന്നുമില്ല. ലോവറാമ ഈ അടുത്ത് മാറിയതാണ്, പുതിയ റൈറ്റ് സൈഡിൽ ലോവറാമ മാറിയിട്ടുണ്ട്. അപ്പോൾ ഷോക്ക് നമ്മളിപ്പോൾ 4 ഷോക്കും മാറി. റൈറ്റ് സൈഡ് ഓക്കെ. ഇനി ലെഫ്റ്റ് സൈഡ് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡ് ഷോക്കും മാറിയിട്ടുണ്ട്, കണ്ടതാ. ലെഫ്റ്റ് സൈഡ് ഷോക്കും പുതിയതാണ്. അതുപോലെ ഇവിടുത്തെ ബൂട്ട് കിറ്റ് മാറിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ അർജൻറ്റ് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സാധനം പാർട്സ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ബൂട്ട് കിറ്റ് മാറിയില്ല. ഈ സൈഡ് ലോവറാമ് കുഴപ്പമില്ല, ലെഫ്റ്റ് സൈഡത്തെ മാത്രം മാറിയിട്ടുണ്ട്. റൈറ്റ് സൈഡത്തെ ലോവറാമ് മാത്രം ഇതിന് മുമ്പ് മാറിയതാണ്. ബാക്കി റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല. ബുഷൊക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, പൊട്ടിയിട്ടൊന്നും ഇല്ല അങ്ങനെ. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ലിങ്ക് റോഡ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റൊക്കെ ഓക്കെയാണ്. അതുപോലെ ബാക്കിലത്തെ ഷോക്കും 2 മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ 2 ഷോക്കും മാറിയാലും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡ്, അതുപോലെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ഷോക്ക് മോണ്ടറോയുടെ ഷോക്ക് തന്നെയാണ്. 4 സൈഡ് വരുന്ന മോണ്ടറോയുടെ ഷോക്ക് തന്നെയാണ് മാറി. ഈ വീലിട്ടതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വീലിട്ടിട്ട് 4 വീലിട്ട് ടൈറ്റ് വീലൊക്കെ ടോർക്ക് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ വണ്ടിയുടെ 4 ഷോക്കും മാറി. ഫ്രണ്ടിലത്തെ 2 സ്ട്രട്ട് വിത്ത് മൗണ്ട് ബുഷും, അതുപോലെ അതിൻ്റെ ബെയറിങ് മാറിയില്ല. ബെയറിങ്ങും ബൂട്ട് കിറ്റും പഴയ തന്നെ ഇട്ട് കസ്റ്റമർ പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അർജൻറ്റാണ് വണ്ടി എന്ന് പറഞ്ഞിട്ട് പാർട്സ് വരാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറിയില്ല. ബാക്കി റിയറിലെ 2 ഷോക്കും അതുപോലെ ഫ്രണ്ടിലത്തെ 2 സ്ട്രട്ട് മീൻസ് ഷോക്കും മാറി. ഇപ്പോൾ സൗണ്ടൊക്കെ ഏകദേശം കുറഞ്ഞിട്ട് നല്ല കംഫർട്ട് ഉണ്ട്. ആദ്യത്തേനേക്കാളും സൗണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗട്ടറിലൊക്കെ കയറുമ്പോൾ ഞാൻ നേരത്തെ ഓടിച്ച അതേ റോഡിൽ തന്നെയാണ് വരുന്നത്. കണ്ട 2 സൈഡ് ഇറങ്ങുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡിയാണ്. സസ്പെൻഷൻ വലിയ കുഴപ്പമില്ല. നേരത്തെ ചെറിയ സൗണ്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. കസ്റ്റമർ തന്നെ ഓൾറെഡി 4 ഷോക്കും വാങ്ങിയിട്ട് വന്നതാണ്. മോണ്ടറോ എന്നുള്ള കമ്പനിയുടെ ഷോക്കാണ്. ഇപ്പോൾ കുഴപ്പമില്ല. കണ്ട വണ്ടി 2 സൈഡിലൊക്കെ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പം കാണിക്കുന്നില്ല. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി ആദ്യത്തേക്കാണ് നല്ല വ്യത്യാസമുണ്ട്, സൗണ്ട് വ്യത്യാസമുണ്ട്. 4 ഷോക്കും മാറി. റിയറിൽ വരുന്ന 2 ഷോക്കും അതുപോലെ ഫ്രണ്ടിൽ വരുന്ന 2 ഷോക്ക് മീൻസ് ഫ്രണ്ടിൽ വരുന്ന സ്ട്രട്ട് എന്ന് പറയും. അപ്പോൾ സ്ട്രട്ടും അതിൻ്റെ മൗണ്ട് ബുഷ് അടക്കമാണ് മാറിയത്. കസ്റ്റമർ കൊണ്ടുവന്നതാണ്. കസ്റ്റമർ സസ്പെൻഷൻ സൗണ്ടായിട്ട് മുമ്പ് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ 4 ഷോക്കും മാറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസ്റ്റമർ തന്നെ പാർട്സ് വാങ്ങിക്കൊണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സൗണ്ടൊക്കെ ഏകദേശം റെഡി ആയിട്ട്. സസ്പെൻഷൻ ഇപ്പോൾ നല്ല കംഫർട്ട് ഉണ്ട്, വലിയ കുഴപ്പമില്ല. കുഴിയിലൊക്കെ ചാടുന്ന സമയത്ത് അത്ര ആക്ഷൻ വലിയ കുഴപ്പമില്ല, അങ്ങനെ വലിയ സൗണ്ടൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.